ചേട്ടൻ്റെ എൻട്രി? വെള്ളിത്തിരയാണ് സിനിമയുടെ മേഖലയിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു എൻട്രി കിട്ടിയത്. ഇപ്പോൾ വെള്ളിത്തിരയുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഭദ്രൻ സാറിനെ ഈ വെള്ളിത്തിരയ്ക്ക് മുമ്പ് ഒരിക്കൽ പോയി കണ്ടിട്ടുണ്ട്. അത് അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ചില റെക്സ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗോസ്പൽ ബാൻഡുണ്ട്. അപ്പോൾ അതിൻ്റെ ചെന്നൈയിൽ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നേരം ഇംഗ്ലീഷിലുള്ള പാട്ടുകളാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ഇന്ത്യൻ രാഗങ്ങളൊക്കെ ഇങ്ങനെ പാടി വേറൊരു രീതിയിലൊരു ഫ്യൂഷൻ സ്റ്റൈലിൽ ഞാൻ പാടുന്നത് കേട്ടിട്ട് സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി തങ്ങളുടെ പാട്ട്, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചാൽ എന്നെ പരിചയപ്പെട്ടു. ഇനി ചെന്നൈയിൽ വരുമ്പോൾ വീട്ടിലോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. അങ്ങനെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ സാറിനോട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കിങ്ങനെ മ്യൂസിക് ഡയറക്ഷനൊക്കെ താല്പര്യമുണ്ട്, അപ്പോൾ താങ്കളുടെ പാട്ടുകളൊന്ന് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടൊക്കെ കേൾപ്പിച്ചു കൊടുത്തു. ഇഷ്ടമായി, പാട്ടൊക്കെ ഇഷ്ടമായി. പക്ഷെ അന്ന് സാറ് പറഞ്ഞു, താൻ ആരെങ്കിലും ഒന്ന് അസിസ്റ്റ് ചെയ്യേ, അത് കഴിഞ്ഞിട്ട് വാ, അങ്ങനെയല്ലേ അതിൻ്റെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ നോക്കാം. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അവരെ അസിസ്റ്റ് ചെയ്തിട്ട് 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി എനിക്ക് ദുബായിൽ ജോലി കിട്ടിയിട്ട് ഞാൻ പോയി. ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫേമസ് ചാനലിൽ മ്യൂസിക് ഇൻഹൗസ് മ്യൂസിക് കമ്പോസർ എന്നുള്ള റേഡിയോ സ്റ്റേഷനുണ്ട്. നാട്ടിലുണ്ടായ ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു, പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ സാറ് പറഞ്ഞു, നമുക്കൊരു ചെറിയ പടം ചെയ്താലോ. അപ്പം ആൾ പറഞ്ഞു ഓക്കെ ചെയ്യാം. അപ്പോൾ മോഹൻ സാർ തന്നെ പറഞ്ഞു, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിയോ തദേവസ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം അദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞു, നമുക്ക് അൽഫോൻസിനെ വിളിച്ചാൽ, സാർ ഓർക്കുന്നില്ലേ സാറിനെ വീട്ടിൽ വന്ന് കണ്ടത്. അപ്പം അങ്ങനെ വീണ്ടും അത് കണക്റ്റായി. അപ്പം ലിയോ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഭദ്രൻ സാർ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, അപ്പോൾ സാറ് വിളിക്കുന്ന സമയത്ത് നല്ല ബോൾഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, മിക്കവാറും ഇത് ത്രൂ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് വിളിച്ചു. ഞാനിങ്ങനെ എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാറ് ഇടാ ഒരു സിനിമയുണ്ട്, നിനക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ, പാട്ടുകളും ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യണം. ഞാൻ പറഞ്ഞു അതിനെന്നാ. സാറ് അന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു സോങ്ങിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് പറഞ്ഞു, നീ കുറച്ച് ഓപ്ഷൻസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുടുംബത്തിലെ കടവിലിൻ്റെ ഓപ്ഷനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ 2-3 ഓപ്ഷനൊക്കെ ആയിട്ട് നാട്ടിൽ പോയി പാട്ട് കേൾപ്പിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് ലിസണിങ്ങിൽ തന്നെ ഓക്കെ ആയി, ട്യൂൺ ഇഷ്ടമായി. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ നാട്ടിൽ വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തത്. അപ്പം അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു തുടക്കം. ചേട്ടന് പക്ഷേ ഒരു വോക്കലിസ്റ്റ് ആവാനായിരുന്നു ഇഷ്ടം. കുറേ നാൾ കർണാട്ടിക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, 4-5 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അത് എന്തുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വോക്കൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു സ്വരത്തിൻ്റെ ഒരു റേഞ്ച് ഡിഫറെൻറ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഒരു ഹൈ ടെനർ എന്ന് പറയുന്നൊരു ഏരിയയിലാണ്. അപ്പം ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ പോലെയുള്ള ഒരു പ്രൊഫൗണ്ട് ബേസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുള്ളൂ, ഒരു മെയിൽ വോയിസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നോക്കിയപ്പോൾ എനിക്കൊരു സ്പേസ് കാണുന്നില്ല എൻ്റെ വോയിസ് വെച്ചിട്ട്. കുറേ നാൾ ഫീമെയിൽ വോയിസ് ആയിട്ടൊക്കെ പാടി നടന്നു. ചേട്ടന് അൽഫോൻസാമ്മ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടോ?